ഹിബോൺ ചാക്കോ എഴുതിയ അഫെയർ എന്ന കഥ. അഫെയർ written by ഹിബോൺ ചാക്കോ, കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്. അഫെയർ ഇറോട്ടിക് ത്രില്ലർ പാർട്ട് 12. You know, actually I am very happy with my son now. It is because of you, my dear. പൂർത്തിയാക്കുവാനാകാതെ ഹണി ഇങ്ങനെ തുടർന്നപ്പോൾ കണ്ണുകൾ ഇറുക്കിയടച്ച് ടെസിയും അവളുടെ നെഞ്ചിലേക്ക് ചായഞ്ഞു. 13. ഹണി തൻ്റെ മകനുമൊത്ത് അവരുടെ പതിവ് ചെറിയ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരത്തിൻ്റെ തിരക്ക് എന്ന വിധം വേഗത്തിൽ പായുന്നുവെന്ന് തോന്നിപ്പിക്കും വിധം മറ്റു വാഹനങ്ങൾ അങ്ങുമിങ്ങും പോയിക്കൊണ്ടിരിക്കുന്നു. അവൾ തൻ്റെ വലതുഭാഗത്തേക്ക് മുഖത്തേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്ന വൈകുന്നേരത്തിൻ്റെ ചുവപ്പ് കലർന്നലിഞ്ഞ വെയിലിനെ പ്രതിരോധിച്ചെന്ന വിധം ചലനം കൂടാതെ ഇരുന്ന് ഡ്രൈവ് ചെയ്യുകയാണ്. മകനാകട്ടെ തൻ്റെ അമ്മയുടെ മൊബൈലിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വിടർന്ന് ചിരിച്ച മുഖഭാവത്തോടെ. ഒരു സൂപ്പർ മാർക്കറ്റിൽ അതേ വേഷത്തിലായിരിക്കെ തന്നെ വലിയൊരു ക്യാരിയറിൽ വളരെ ചെറിയ സാധനങ്ങളുമായി വളരെ സാവധാനം ചുവടുകൾ വയ്ക്കുകയാണ് ഹണി. അവളുടെ തലയ്ക്കുള്ളിലെന്തോ ഭാരമുള്ളതിൻ്റെ സൂചന മുഖത്ത് പ്രകടമായി നിലകൊള്ളുകയാണ്. അല്പനിമിഷങ്ങൾക്കകം അധികം തിരക്കില്ലാത്ത ആ ഏരിയയിലേക്ക് കൈ നിറയെ ഹാഫ് കുക്ക്ഡ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വേഗത്തിൽ വന്ന് അത് തൻ്റെ അമ്മയുടെ ക്യാരിയറിലേക്ക് ഇടുകയാണ് മകൻ. ശേഷം അവളെ വകവയ്ക്കാതെ മകൻ വന്ന വഴി മറഞ്ഞു. അപ്പോഴാണ് അവൾ പെടുന്നനെയെന്ന പോലെ റാക്കിലെ സാധനങ്ങളിൽ നിന്നും കണ്ണുകളെടുത്ത് ക്യാരിയറിലേക്ക് ശ്രദ്ധിക്കുന്നത്. എന്തോ പറയുവാനെന്ന വിധം പിന്നീട് മുഖമുയർത്തിയപ്പോൾ പക്ഷേ മകൻ മറഞ്ഞിരുന്നത് അവൾക്ക് ബോധ്യമായി. അവൾ അവിടേക്കും റാക്കിലേക്കും മാറി മാറി നോക്കി അങ്ങനെ നിന്നുപോയി. വേഗം നടക്കും നീയൊന്ന്. ഡ്യൂട്ടിക്ക് ശേഷം പഞ്ച് ചെയ്തിറങ്ങിയുള്ള വരവെന്നറിയിക്കുന്ന അന്തരീക്ഷത്തിൽ മെയിൻ്റനൻസ് ജോലികൾ ആ ഏരിയയിൽ പഴയതിലും പുരോഗമിച്ചുവെന്നറിയിക്കുന്ന ലിഫ്റ്റിൻ്റെ ഭാഗത്തേക്കുള്ള വഴിയിലേക്ക് പ്രവേശിക്കുകയാണ് ഹണി ഇങ്ങനെ പറഞ്ഞ് തൻ്റെ മകനോടൊപ്പം. മമ്മി ഇന്നെന്തൊരു ബോറായിരുന്നു എന്നറിയാമോ? വേഗം നടക്കുന്നതിനിടയിൽ തൻ്റെ അമ്മയോടായി മുഖമുയർത്തി മകൻ ഇങ്ങനെ പറഞ്ഞു. നിനക്ക് കുറച്ച് ദിവസം അവധിയല്ലേ, വെറുതെ വീട്ടിലിരിക്കുന്നതിലും ഭേദമല്ലേ ഇത്? ഉത്തരം മുട്ടിയ മട്ടിൽ തൻ്റെ അമ്മയോടൊപ്പം നടപ്പ് തുടർന്നു മകൻ. ഹണിയുടെ ഈ വാചകങ്ങൾക്ക് മറുപടിയായി. നടന്നെടുത്ത നിമിഷം ലിഫ്റ്റിന് മുന്നിലെത്തി ഹണി സ്വിച്ച് അമർത്തി. ലിഫ്റ്റ് ഉടൻ തന്നെ മെല്ലെ തുറന്നു. അവൾ തൻ്റെ മകനെ മറന്നൊരു നിമിഷം അതിലേക്ക് നോക്കി. കയറുന്നതിന് മുൻപ് ലിഫ്റ്റ് തീർത്തും വിജനമായിരുന്നു. ലിഫ്റ്റ് ബേസ്മെൻറ്റിലെത്തി നിന്ന ശേഷം മെല്ലെ തുറന്നു വന്നു. പഴയ വേഗത്തിൽ അതിൽ നിന്നും ഇറങ്ങി തൻ്റെ കാർ പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് പാതി ഇരുട്ടിലെന്ന വിധം നടക്കുന്നതിനിടയിൽ തൻ്റെ മകനോട് അവൾ ചോദിച്ചു, ക്ലാസ് തുടങ്ങുന്നത് വരെ നീ എൻ്റെ കൂടെ പോരെ? 2-3 ദിവസം കൂടി കഴിയുമ്പോൾ ബോറടിയൊക്കെ മാറും. ഉടനടി എന്ന വിധം മകൻ പറഞ്ഞു, ആ ഓക്കെ, ഇന്നലത്തെ പോലെയൊക്കെ ആണെങ്കിൽ ഐ ആം ഹാപ്പി. ഒരു പ്രത്യേക വശ്യം തൻ്റെ മകനോട് പ്രകടമാക്കിയെന്ന വിധം ഹണി ഇങ്ങനെ പറഞ്ഞു മറുപടി എന്ന വിധം. അത് ഇന്ന് നല്ല തിരക്കായത് കൊണ്ടല്ലേടാ, നാളെയൊക്കെ എല്ലാവരും ഫ്രീ ആയിരിക്കും, നിൻ്റെ കൂടെ കാണും. രാത്രി മകൻ പാതി ഉറക്കത്തിലായെന്ന സമയം അല്പം നീങ്ങിയൊരിടത്തിരിക്കുകയാണ് ഹണി. നേർത്ത ബനിയനും പാൻറ്റും ധരിച്ചിരിക്കെ കയ്യിൽ മൊബൈലുമായി കട്ടിലിൻ്റെ തലക്കലായി ബെഡിൽ ചാരിയിരിക്കെ കാൽമുട്ടുകൾ മടക്കി വെച്ച് നിർത്തിയിരിക്കുന്നു. അടുത്ത നിമിഷങ്ങളിലൊന്നിൽ റൂമിൽ ബെഡിനടുത്തായുള്ള ചെറിയ ടേബിളിൽ വെച്ചിരിക്കുന്ന ടേബിൾ ലാമ്പിൻ്റെ തീവ്രത കുറഞ്ഞതും എന്നാൽ നേർത്ത് റൂമിലാകെ പരന്നു കിടക്കുന്നതുമായ വെളിച്ചത്തിൻ്റെ അകമ്പടിയിൽ അവൾ അലസമായി പിടിച്ചിരുന്ന തൻ്റെ മൊബൈലിൽ ഒരു നമ്പർ കുറച്ചു നാളുകൾക്ക് ശേഷം ആദ്യമായെന്ന വിധം തിരഞ്ഞെടുത്ത് ഡയൽ ചെയ്തു. മുന്നോട്ടൊന്നും തൽക്കാലത്തേക്ക് ചിന്തിക്കാത്ത വിധം മൊബൈലെടുത്ത് ഇടതുവശത്തായി മാറിക്കിടക്കുന്ന മകനെ മുൻനിർത്തി തൻ്റെ വലതു ചെവിയിൽ വലതു കൈകൊണ്ട് ചേർത്തു. അത് പരമാവധി റിങ് ചെയ്ത് മറുപടിയില്ലാതെ അവസാനിച്ചു. അവൾ തൻ്റെ പ്രവൃത്തി പിൻവലിച്ച് മൊബൈൽ തൻ്റെ ഇടത്തേക്ക് കൈമാറി വെച്ച് പഴയപടി മുന്നോട്ടെന്ന വിധം അലക്ഷ്യമായി നോക്കി ഇരിപ്പ് തുടർന്നു. അവളുടെ വലത്തായുള്ള വിൻഡോയെ മറച്ചിരിക്കുന്ന കർട്ടൻ വളരെ നേർത്ത് ഒന്നനങ്ങിയതായി തോന്നി. ഹണി മകനുമൊത്ത് ഡ്യൂട്ടിക്ക് ശേഷം ലിഫ്റ്റിനടുത്തെത്തി സ്വിച്ച് അമർത്താൻ തുടങ്ങിയപ്പോൾ അവളൊന്ന് നിലച്ചു നിന്നു. അവൾ അങ്ങനെ തന്നെ നിൽക്കെ ലിഫ്റ്റിൻ്റെ മേൽപോട്ടുള്ള പാതയിലേക്കെന്ന വിധം തല ഉയർത്തി നോക്കിപ്പോയി. മെല്ലെ അതേപടി തല താഴ്ത്തി അവൾ സ്വിച്ച് അമർത്തി. ശേഷം തൻ്റെ മകനെ ഒരു നിമിഷം മറന്നെന്ന വിധം ലിഫ്റ്റ് എത്തി തുറക്കുവാനായി കാത്തുനിന്നു. ഇരുകൈകളും നെഞ്ചിൽ മടക്കി കെട്ടിവെച്ച് ഇടത്തെ തോളിലെ പുതിയ ഹാൻഡ് ബാഗ് ചേർത്തെന്ന വിധം. അധികം താമസിയാതെ ലിഫ്റ്റ് എത്തി സാവധാനം ഇരുവർക്കും മുന്നിൽ തുറന്നു. അവൾ അതേപടി അല്പം തലകുനിച്ച് അകത്തേക്ക് കയറി ഇടതുഭാഗത്തായി നിലയുറപ്പിച്ചു. അവളെ അനുകരിച്ച് അലസനായി തുടർന്നിരുന്ന മകനും അവൾക്കെതിരെ യുവാവ് പതിവ് പോലെ നിൽക്കുന്നുണ്ടായിരുന്നു.
അവളുടനെ തൻ്റെ മകനെ ഇടത്തെ കൈകൊണ്ട് ചേർത്ത് പിടിച്ച് ചോദിച്ചു, നിന്റെ ബോറടിയൊക്കെ മാറിയോടാ? ഉത്തരം പറയുവാൻ കുഴഞ്ഞു നിൽക്കും വിധം ഒരു മന്ദഹാസം മുഖത്ത് വരുത്തിയതേയുള്ളൂ മകൻ. അപ്പോഴേക്കും ബേസ്മെൻറ്റിലേക്കുള്ള സ്വിച്ച് അമർത്തിയിരുന്നു യുവാവ്. ലിഫ്റ്റ് അടഞ്ഞ് താഴേക്ക് നീങ്ങി തുടങ്ങിയ സമയം തൻ്റെ മകനെ ചേർത്തിരിക്കെ നെറുകയിലൊന്നവൾ ചുംബിച്ചു. അവൻ ചെറിയ നാണം ചിരിയിൽ പ്രകടമാക്കി. എതിർവശത്തായി ആള് നിൽക്കുന്നുണ്ടെന്ന വിധം. തന്നെ ശ്രദ്ധിക്കാതെ തുടരുന്ന ഇരുവർക്കും എതിരെയായി യുവാവ് വർദ്ധിച്ചു വന്ന ഗൗരവം അടക്കി നിലകൊള്ളുകയാണ്. അയാൾ തൻ്റെ ഇരുമുഷ്ടികളും കാര്യമായി ചുരുട്ടി, പല്ലുകൾ ഇറുക്കി, ദേഹം മുറുക്കി, എന്നാൽ ലക്ഷണമൊന്നും പ്രത്യേകം പുറത്തു കാണിക്കാത്ത വിധം തുടർന്നു. അയാളെ ശ്രദ്ധിക്കാതെ തലയൽപ്പം താഴ്ത്തി ഹണിയുടെ ശ്രദ്ധയിൽ വീണുപോയി മകനും പഴയപടി പരിസരം മറന്നെന്ന വിധം തുടരുകയാണ്. അവളെ നോക്കുവാനാകാത്ത വിധം അയാൾ കണ്ണുകൾ അടച്ചു പിടിച്ചു. അങ്ങനെ ലിഫ്റ്റ് ബേസ്മെൻറ്റിലെത്തി മെല്ലെ തുറന്നു. അവൾ തൻ്റെ മകൻ്റെ തലയിൽ തലയോടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇരുവരും മന്ദഹാസത്തിൽ തുടങ്ങി ചെറുചിരി ശബ്ദത്തോടൊപ്പം പുറപ്പെടുവിച്ചുപോയി പുറത്തേക്കിറങ്ങി പരിസരം മറന്നെന്ന വിധം തന്നെ. അവൾ തങ്ങളുടെ വാഹനം ലക്ഷ്യമാക്കി മറയുന്ന വിധമായപ്പോൾ കണ്ണുകൾ മാത്രം തുറന്ന് പഴയപടി നിന്നിരുന്ന യുവാവ് തൻ്റെ തുടർച്ച അവസാനിപ്പിക്കും വിധം ശബ്ദത്തിൽ നിശ്വസിച്ചുകൊണ്ട് തൻ്റെ ഒരു കാല് മടക്കി പിന്നിലെ ലിഫ്റ്റ് വാളിൽ ചവിട്ടി. അടുത്ത നിമിഷം അതേപടി പുറത്തേക്കിറങ്ങുവാൻ നേരം സ്വിച്ചുകൾക്ക് മുകൾ വശത്തായി വലത് കൈയുടെ ചുരുട്ടിയ മുഷ്ടി കൊണ്ട് വലിച്ചടിച്ചു. ശേഷം ലിഫ്റ്റിനെ മറന്ന് വലത്തേക്ക് തൻ്റെ കാർ ലക്ഷ്യമാക്കിയെന്ന വിധം നടന്നു ശരവേഗം. 14. ഹണി ഫ്ലാറ്റിലെ ഡൈനിങ് റൂമിലിരുന്ന് ഒറ്റയ്ക്ക് ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പം മാറി ഒരു സോഫയിൽ മകൻ ടാബിൽ എന്തോ വീഡിയോ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കുകയാണ്. എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടിവെച്ചിരിക്കുന്ന വിധമാണ് അവളുടെ ഇരിപ്പും കഴിപ്പും. ഇരുവരും പരസ്പരം ശ്രദ്ധിക്കുന്നില്ല. ലൈറ്റിൻ്റെ വെളുത്ത വെളിച്ചം അവർക്ക് നടുവിൽ മുകളിലെന്ന വിധം തൻ്റെ പ്രഭ വിടർത്തി നിലകൊള്ളുകയാണ്. ഹണി കഴിപ്പ് പഴയപടി തുടർന്നുകൊണ്ടങ്ങനെ ഇരിക്കെ അടുത്തായി വെച്ചിരുന്ന മൊബൈൽ റിങ് ചെയ്തു തുടങ്ങി. ഈ ശബ്ദം പക്ഷേ മകൻ ശ്രദ്ധിച്ചതേയില്ലായിരുന്നു. അവൾ കോളിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് മുഖമൽപ്പം നീട്ടി നോക്കി ഇടത്തേക്ക്. കഴിപ്പ് താൽക്കാലികമായി നിർത്തിയിരിക്കുന്ന അവൾ വായ്ക്കകം അയവിറക്കി അങ്ങനെ കുറച്ചു നിമിഷം നോട്ടം തുടർന്നു. പെട്ടെന്നവൾ ടേബിളിൽ നിന്നും ആ മൊബൈലെടുത്ത് കോൾ കട്ട് ചെയ്തു. ഉടനടി അത് പഴയ സ്ഥാനത്ത് തിരികെ വയ്ക്കുകയും ചെയ്തു. ശേഷം ഒരു നിമിഷം അവൾ കണ്ണുകൾ കൊണ്ട് തൻ്റെ മകനെ ഒന്ന് നോക്കിയ ശേഷം കഴിപ്പ് പഴയപടി തുടർന്നു. മകനും പഴയപടി സോഫയിൽ തുടരുകയായിരുന്നു. അഫെയർ, written by ഹിബോൺ ചാക്കോ, കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്.